നേരെ വയനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഈ പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ഇറങ്ങിയിട്ടുണ്ട്. സുരഭിക്കവലയിൽ ആടിനെ കൊന്നു എന്നും വിവരം വരുന്നു. പാലമറ്റം സുനിലിന്റെ വീട്ടിലെ 2.5 വയസ്സുള്ള ആടിനെയാണ് കൊന്നത്. ആദ്യം പ്രതികരണത്തിലേക്ക്. ഈ പ്രദേശത്ത് മുഴുവൻ 20-30 മീറ്റർ പരിസരത്ത് മുഴുവൻ വീടുകളാണ്. ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല. തോട്ടത്തിലേക്ക് ഒരു പണിയെടുക്കാൻ ഒരു പണിക്കാരെ വിളിച്ചാൽ വരില്ല, പേടിയാണ്. എവിടെ നോക്കിയാലും കടുവയാന്നാ പറയുന്നത്. എങ്ങനെ മനുഷ്യൻ ജീവിക്കും? ഈ തരത്തിൽ മുമ്പോട്ട് പോയാൽ ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തി ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നവരെ ജനം ഒന്നടക്കം നാട്ടിലിറങ്ങും. ഒരു തർക്കവും വേണ്ട. കമലുണ്ട് നമുക്കിപ്പം. കമൽ, ഒരു തരത്തിലും ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണല്ലോ ഈ പുൽപ്പള്ളിക്കാരെല്ലാം. ഇങ്ങനെ നിരന്തരം കടുവയും ആനയും ഒക്കെ ഇറങ്ങി ഈ ജനജീവിതത്തെ വളരെ വലിയ രീതിയിൽ തന്നെ ഇത് ബാധിക്കുന്നുണ്ട്, അവരെ ആശങ്കയിലാക്കുന്നുണ്ട്. എന്താണിപ്പോ നിലവിലെ സ്ഥിതിവിശേഷം? എന്താണ് ഈ പുൽപ്പള്ളി മേഖലയിൽ ഈ സുരഭിക്കവലയുടെ പരിസര പ്രദേശങ്ങളിൽ കുറെ വളർത്തുമൃഗങ്ങളെ കടുവ ഇതിനോടകം വേട്ടയാടി കഴിഞ്ഞ് 1 മാസമായി ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട്. പുൽപ്പള്ളിയിൽ 1-ലധികം പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കടുവ ഭീതി നിലനിൽക്കുന്നുണ്ട്. പല സ്ഥലത്തും കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ കടുവയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ആളുകൾ പല സ്ഥലത്തും പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഈ പാലമറ്റം സുനിലിന്റെ വീട്ടിലെ 2.5 വയസ്സുള്ള ആടിനെ കടുവ കൊന്നു തിന്നത്. ഭാഗികമായി ഭക്ഷിച്ച രീതിയിലാണ് ആടിന്റെ ജഡം കിട്ടിയത്. ഇതോടെ ആളുകൾ കൂടുതൽ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തും.